സന്തോഷകരമായ ദാമ്പത്യം. സാമ്പത്തിക ബാധ്യതകൾ ഒന്നും തന്നെയില്ല. വിവാഹശേഷവും ശിൽപയെ പഠിപ്പിക്കാനും ഒരു ജോലി നേടിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താവ്. സ്നേഹിക്കാൻ പൊന്നുപോലൊരു മകനും. പുറമേ നിന്ന് കാണുന്നവർക്ക് സന്തോഷകരമായ ജീവിതമായിരുന്നുവെങ്കിലും ശിൽപയെ വിടാതെ പിന്തുടർന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒടുവിൽ അതിൻ്റെ മാനസികാഘാതം താങ്ങാനാകാതെ മരണത്തിലേക്ക് പോകുകയായിരുന്നു ആ 30കാരി. ഒപ്പം മകനെയും കൂട്ടി. കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഉണരേണ്ട സമയമായിട്ടും ശിൽപയെ മുറിക്ക് പുറത്തേക്ക് കാണാതായതോടെ ഭർത്താവ് മോഹിത്തും മോഹിത്തിൻ്റെ അമ്മയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ജനലിൻ്റെ വാതിൽ തുറക്കുകയും ജീവനൊടുക്കിയ നിലയിൽ ശിൽപയെയും മകനെയും കണ്ടെത്തുകയും ചെയ്തത്. രോഹിത്തിനെ സംബന്ധിച്ച് നെഞ്ചു പിളർക്കുന്ന കാഴ്ച കൂടിയായിരുന്നു ആ രണ്ടുപേരും ജീവനറ്റ നിലയിൽ ആ മുറിയിൽ കണ്ട കാഴ്ച. തൃശൂർ ആടാട്ട് അമ്പലക്കാവിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്ന മോഹിത്തിന് 2 നാൾ മുമ്പാണ് പനി തുടങ്ങിയത്. 5 വയസ്സുകാരനായ മകൻ അക്ഷയ്ജിത്തിനും ഭാര്യയ്ക്കും പനി വരേണ്ടല്ലോ എന്ന് കരുതി തൊട്ടടുത്ത മുറിയിലേക്ക് മാറിയാണ് മോഹിത്ത് ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ട് തന്നെ മകനും ശിൽപയും ഒരുമിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ഇന്നലെ രാത്രി 11 മണി വരെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു ശിൽപ. തുടർന്ന് കിടക്കാനായി മുറിയിലേക്ക് പോവുകയായിരുന്നു എല്ലാവരും. അപ്പോഴാണ് മകൻ്റെ ജീവനെടുത്ത് ശിൽപ മരണത്തിലേക്ക് പോയത്. നേരം പുലർന്നിട്ടും വാതിൽ തുറക്കാതായതോടെയാണ് മോഹിത്തിൻ്റെ അമ്മ വാതിലിൽ മുട്ടി വിളിച്ചത്. ഉറങ്ങിപ്പോയതായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ എത്ര വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഇതോടെയാണ് ഭയന്നുപോയ അമ്മ മോഹിത്തിനെയും മോഹിത്തിൻ്റെ അയൽക്കാരെയും വിളിച്ചത്. അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്നും ബഹളം കേട്ടതിനെ തുടർന്ന് നാട്ടുകാരും ഓടിക്കൂടി. മുറിയുടെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടതായിരുന്നു. ജനൽപാളികളും അടച്ചിരുന്നു. തുടർന്ന് എല്ലാവരും ചേർന്നാണ് മറ്റു വഴികളില്ലാതെ മുറിയുടെ ജനൽ ഗ്ലാസ് തകർത്ത് പരിശോധിച്ചത്. അപ്പോഴാണ് മുറിക്കകത്ത് മൃതദേഹങ്ങൾ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയതും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ. എന്നാൽ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പകരം ജീവനൊടുക്കുന്നു എന്ന് വെളിപ്പെടുത്തി ഫോണിൽ റെക്കോർഡ് ചെയ്തുവെച്ച ശിൽപയുടെ ശബ്ദ സന്ദേശമാണ് ലഭിച്ചത്. മകനെ കൊന്ന ശേഷം ശിൽപ ജീവനെടുക്കുകയായിരുന്നു ചെയ്തത്. അതേസമയം കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സന്തോഷകരമായ കുടുംബമായിരുന്നു. ഒരു ജോലി നേടണം, പഠിക്കണം എന്നൊക്കെ ശിൽപയുടെ ആഗ്രഹമായിരുന്നു. അതിനൊപ്പം നിൽക്കുകയായിരുന്നു ഭർത്താവ് ചെയ്തതും. മാത്രമല്ല ശിൽപ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിൽപയെ മരണത്തിലേക്ക് എത്തിക്കുന്ന ആ കാരണം തേടുകയാണ് പോലീസും ബന്ധുക്കളും.